ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്ത ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തമിഴ് സീരീസ് എന്ന് പറഞ്ഞാലും തമിഴ് ഭാഷ മാത്രമല്ല മലയാളം അടക്കം എല്ലാ ഭാഷയിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. നമ്മുടെ ജയ് ആണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ജയ്യെ കൂടാതെ താനിയ ഹോപ്പ്, മഹേന്ദ്ര എന്നിവരൊക്കെ ഈ സീരീസിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സീരീസ് കൂടിയാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിലെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബൽ എന്നാണ് കേട്ടോ സീരീസിൻ്റെ പേര് പറഞ്ഞത്. സീരീസിൻ്റെ പേര് പറഞ്ഞില്ലേ അല്ലേ, ലേബൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായകൻ ഒരു വലിയൊരു ലക്ഷ്യം ഉണ്ടാവും. ഒരു ജഡ്ജി ആവണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും. അത് ഇപ്പോൾ ഒരു വക്കീലായിരിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത്, അതായത് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആൾക്കാർ ക്രൈം അവരായിരിക്കും ക്രൈമിന് മുൻപന്തിയിൽ. ആ ഒരു സ്ഥലത്തുള്ള ആളല്ലേ അവരങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു സമൂഹത്തിൽ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ആ ഒരു കാഴ്ചപ്പാടിനെ തിരുത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന നായകനാണ്. ആ ഒരു കോളനിയിലുള്ള ആൾക്കാരെ, വളർന്നു വരുന്ന ആൾക്കാരെ നല്ല സ്പോർട്സിലേക്കും ആർട്സിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അവർ കൂടുതൽ ക്രൈമിലേക്ക് ഇൻവോൾവ് ആയി പോവുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതെങ്ങനെ നമ്മുടെ നായകൻ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും, അവസാനം ജഡ്ജിയായി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് സീരീസാണ് ലേബൽ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. 10 എപ്പിസോഡുകളാണ് ഈ ഒരു ക്രൈം ഡ്രാമ സീരീസിലുള്ളത്. 10 എപ്പിസോഡുകളിൽ ഏകദേശം 35-40 മിനിറ്റുകളാണെന്ന് 10 എപ്പിസോഡുകളാണ്. ഒറ്റൊരുപ്പേനെ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസാണ്. ആഴ്ചകളായിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് റിലീസ് ചെയ്തു വരുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസ്. അപ്പോൾ എനിക്കെന്തായാലും ഒരു മസ്റ്റ് വാച്ച് സീരീസ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കാവുന്ന നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ സീരീസാണ് ലേബൽ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെർഫോമൻസൊക്കെ ജെയുടെ ഒക്കെ പെർഫോമൻസ് എനിക്ക് നല്ല കിടിലം പെർഫോമൻസുകളായിരുന്നു എല്ലാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രക്ഷയിലായിരുന്നു, കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. സാംസിയസിൻ്റെ കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തന്നെയായിരുന്നു. സ്റ്റോറി കുഴപ്പമില്ലായിരുന്നു. ആ എടുത്തു വെച്ച രീതിയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായി. ലാസ്റ്റ് അവസാനത്തെ ആ ഒരു ട്വിസ്റ്റ്, പിന്നെ എന്താ പറയുക, എൻ്റെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 10 എപ്പിസോഡ് തന്നെ ഏകദേശം തീർക്കുന്നുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. അടുത്തൊരു സീസണിന് വേണ്ടിയുള്ള ചെറിയൊരു ഹിൻ്റ് അവിടെ നിർത്തിയിട്ടാണ് അവർ തീർക്കുന്നതെങ്കിലും ഒരു നല്ലൊരു എൻഡിങ് തന്നെയായിരുന്നു ഈ ഒരു സീരീസ് ഉണ്ടായിരുന്നത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് ലേബൽ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഓക്കെ, ഈ സീരീസ് ഇതിനു മുമ്പേ തന്നെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫോളോ ചെയ്യുക, നമുക്ക് എല്ലാം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സിനിമകളെ കുറിച്ചും സീരീസുകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം, ചർച്ചകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.